കേരളത്തിനു പിന്നാലെ കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച തമിഴ്നാട് സർക്കാർ പ്രളയ ധനസഹായം കേന്ദ്രം നൽകുന്നില്ല എന്ന് കാണിച്ചാണ് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. പ്രളയത്തിലും മൈചുങ് ചുഴലിക്കാറ്റിലും ഉണ്ടായ നാശനഷ്ടങ്ങൾ പരിഹരിക്കാൻ 37,000 കോടി രൂപ നഷ്ടപരിഹാരമായി കേന്ദ്ര സർക്കാർ നൽകണമെന്ന് നിർദ്ദേശിക്കണമെന്ന് കാണിച്ചാണ് തമിഴ്നാട് സർക്കാർ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു ഹർജിയുമായി പോയിരിക്കുന്നത്. ആ ഹർജിയിൽ വളരെ നിർണായകമായ ചില കാര്യങ്ങൾ തമിഴ്നാട് സർക്കാർ കേന്ദ്രത്തിനെതിരെ ആരോപിക്കുന്നുണ്ട്. ഒന്ന്, മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ തമിഴ്നാടിനോട് ഒരു വിവേചനം കേന്ദ്ര സർക്കാർ വച്ചു പുലർത്തുന്നതായുള്ള ആരോപണം തെളിവുകൾ അക്കമിട്ട് നിരത്തി തമിഴ്നാട് ഈ ഹർജിയിൽ ആരോപിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രളയവും ചുഴലിക്കാറ്റും കഴിഞ്ഞ് ഏറെ മാസങ്ങൾ പിന്നിട്ട ശേഷവും ആ ധനസഹായം, ആ നഷ്ടപരിഹാരം നൽകാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ കാലതാമസം ന്യായീകരിക്കാനാകുന്നതല്ല എന്നും തമിഴ്നാട് അതിൻ്റെ ഹർജിയിൽ ആരോപിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇതിപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക ഉപരോധത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുന്ന മറ്റൊരു പ്രതിപക്ഷ സംസ്ഥാനമായി തമിഴ്നാട് മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, തമിഴ്നാട് അടക്കമുള്ള പ്രതിപക്ഷ സംസ്ഥാനങ്ങൾക്ക് നിരന്തരം തങ്ങളുടെ സാമ്പത്തികമായ ആവശ്യങ്ങൾ നിറവേറ്റാൻ കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഉപരോധം അവസാനിപ്പിക്കാൻ സുപ്രീം കോടതിയെ സമീപിക്കേണ്ട ഗതികേടിലാണ്. ഇതിന് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് കർണാടക സർക്കാർ വരൾച്ച ദുരിതാശ്വാസത്തിന് കേന്ദ്ര സർക്കാർ പണം അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നത്. അതിനു മുൻപായിരുന്നു കേരളം കടമെടുപ്പ് പരിധി ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചതിനെതിരെ ഒരു ഹർജിയുമായി സുപ്രീം കോടതിയിലേക്ക് പോവുകയും അതിൽ ഒരു അനുകൂലമായ തീരുമാനം സുപ്രീം കോടതിയിൽ നിന്നുണ്ടാവുകയും ചെയ്തത്. ഇത് BJP എന്ന കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ്. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ഉപരോധിക്കുന്നതിലൂടെ സാമ്പത്തികമായ ഒരു ഞെരുക്കത്തിലേക്ക് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ തള്ളിവിടാനുള്ള ഒരു ശ്രമം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. ഇങ്ങനെ സാമ്പത്തികമായി ഞെരുങ്ങുമ്പോൾ സ്വാഭാവികമായി ആ സംസ്ഥാനങ്ങളിലെ ക്ഷേമ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുമെന്ന് കേന്ദ്ര സർക്കാരിനും കേന്ദ്രം ഭരിക്കുന്ന BJPക്കും നന്നായി അറിയാം. അങ്ങനെ സംഭവിച്ചാൽ ഈ ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഗുണഭോക്താക്കളായിട്ടുള്ള സാധാരണക്കാരുടെ വികാരം സ്വാഭാവികമായി സംസ്ഥാന സർക്കാർക്കെതിരെ തിരിയുമെന്നും ആ അവസരത്തിൽ ആ വികാരത്തെ മുതലെടുത്തുകൊണ്ട് ഈ സംസ്ഥാനങ്ങളിൽ കടന്നു കയറാൻ BJP ഏറെ നാളുകളായി ശ്രമിക്കുന്ന തമിഴ്നാടും കേരളവും പോലെയുള്ള സംസ്ഥാനങ്ങളിൽ കടന്നു കയറാൻ സാധിക്കുമെന്നും അവർ കണക്കുകൂട്ടുന്നു. ഇതിൻ്റെ ഭാഗമായാണ് കേരളത്തെ വളരെ കാലമായി സാമ്പത്തികമായി ഞെരുക്കുന്ന ഒരു സമീപനം BJP സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. 57,400 കോടി രൂപയുടെ നഷ്ടമാണ് വിവിധ കടുംവെട്ടുകളിലൂടെ കേന്ദ്ര സർക്കാർ കേരളത്തിനുണ്ടാക്കിയത്. GST നഷ്ടപരിഹാരം വെട്ടിക്കുറച്ചതിലൂടെ മാത്രം 12,000 കോടി രൂപയുടെ നഷ്ടമാണ് സംസ്ഥാന ഖജനാവിന് കേന്ദ്ര സർക്കാർ ഉണ്ടാക്കി വെച്ചത്. GST വിഹിതം വെട്ടിക്കുറയ്ക്കുക, റവന്യൂ ഡെഫിസിറ്റിൽ വെട്ടിക്കുറവുണ്ടാക്കുക, അങ്ങനെ നിരന്തരമായി സംസ്ഥാനത്തിന് ന്യായമായി ലഭിക്കേണ്ട പണത്തിൻ്റെ അളവ് വെട്ടിക്കുറച്ച് സംസ്ഥാനത്തെ സാമ്പത്തികമായ ഒരു ഞെരുക്കത്തിലേക്ക് തള്ളിവിടുന്നതിൽ കേന്ദ്ര സർക്കാരിൻ്റെ പങ്ക് ചെറുതല്ല. ഇനി ഈ കടുംവെട്ട സാമ്പത്തികമായ ഫണ്ട് അനുവദിക്കലിൽ മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഈ അടുത്തൊരു വാർത്ത പുറത്തു വന്നിരുന്നു. ഒരു വർഷത്തിലേറെ മുടങ്ങിക്കിടന്ന തൊഴിലുറപ്പ് പദ്ധതിയിലെ കുടിശ്ശിക കേന്ദ്ര സർക്കാർ കുറച്ചനുവദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത വന്നിരുന്നു. അങ്ങനെ വിവിധ കേന്ദ്ര പദ്ധതികളിൽ കുടിശ്ശിക വരുത്തിയും ഈ കുടിശ്ശികകളുടെ കണക്കുകളെല്ലാം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ കുടിശ്ശികകൾ നൽകാൻ കൂടുതലുള്ളതെല്ലാം പ്രതിപക്ഷം ഭരിക്കുന്ന തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾക്കായിരിക്കും. അങ്ങനെ ഈ സാമ്പത്തികമായ ഞെരുക്കൽ കേന്ദ്ര പദ്ധതികളിലും മാത്രം ഒതുങ്ങുന്നില്ല. ദേശീയപാത വികസനത്തിൽ പോലും കേരളത്തിനോട് സാമ്പത്തികമായ ഒരു ഉപരോധം കേന്ദ്ര സർക്കാർ നടത്തിയിരുന്നു. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഭൂമി ഏറ്റെടുക്കലാണ്. ഭൂമി ഏറ്റെടുക്കലിൻ്റെ 25% തുക സംസ്ഥാനം വഹിക്കണമെന്ന വിചിത്രമായ നിർദ്ദേശമായിരുന്നു കേന്ദ്ര സർക്കാർ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ മുന്നോട്ട് വെച്ചത്. കേരളത്തിലെ ഇടതുമുന്നണി സർക്കാർ അത് അംഗീകരിച്ചില്ലായിരുന്നുവെങ്കിൽ കേരളത്തിൻ്റെ ഏറെ നാളത്തെ ആവശ്യമായ വികസന സ്വപ്നമായ ദേശീയപാത വികസനം മുടങ്ങുമായിരുന്നു. അതിൻ്റെ ഭാഗമായി 5,800 കോടി രൂപയാണ്
സംസ്ഥാനത്തിന് ദേശീയപാത വികസനത്തിനായി ചിലവഴിക്കേണ്ടി വന്നത്. കേരളത്തെക്കാൾ ഭൂവിസ്തൃതിയുള്ള, കേരളത്തെക്കാൾ റോഡുകൾ ഉള്ള മഹാരാഷ്ട്ര, ഹരിയാന, ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളൊന്നും ഇതിൻ്റെ പകുതി തുക പോലും ചിലവഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എത്ര ഭീകരമായാണ് സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്, അതും വികസന പദ്ധതികളിൽ പോലും ശ്രമിക്കുന്നത് എന്നത് വ്യക്തമാകുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ കേന്ദ്രത്തിനെതിരെ മറ്റൊരു സംസ്ഥാനം കൂടി, തമിഴ്നാട് കൂടി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അവരുടെ ഈ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന പ്രളയത്തിൽ ഉൾപ്പെടെ ഉണ്ടായ നാശനഷ്ടങ്ങളുടെ നഷ്ടപരിഹാരം ഇതുവരെ കേന്ദ്ര സർക്കാർ നൽകാൻ തയ്യാറാകാത്തതിനാലാണ് തമിഴ്നാട് സർക്കാർ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്.